നാട്ടുവാർത്തയിൽ നിന്ന് വ്യത്യസ്തനായ ഒരു വ്യക്തിയെ പരിചയപ്പെടാം. കോഴഞ്ചേരിക്കടുത്ത് തെക്കേമല നെബു തടത്തിൽ വ്യത്യസ്തമാണ് ഇദ്ദേഹത്തിൻ്റെ കഥകൾ. ജലാശയ സംരക്ഷണമാണ്. മലിനമാകുന്ന ജലാശയങ്ങൾ ഇവിടെ ഞാൻ കണ്ടു. അപ്പോൾ അതിനെ സംരക്ഷിക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ചെന്നുള്ളേ ഉള്ളൂ. കേരളത്തിലെ 44 നദികളിലും 31 കായലിലും പോയി. അത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ പല പ്രാവശ്യം പോയി. എല്ലാ നദിയിൽ നിന്നും മണ്ണും വെള്ളവും ഒക്കെ എടുത്ത് അത് ചെറുഭരണിയിലൊക്കെ ആക്കി സ്കൂൾ കോളേജുകളിൽ പൊതുസ്ഥലങ്ങളും പ്രദർശിപ്പിച്ചു വരുന്നു. വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ. ഞാൻ പറഞ്ഞു വന്നത് 70-80 വയസ്സുള്ള ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഒരു ചക്കയുടെ കുരു അയ്യത്തുകൊണ്ട് കുഴിച്ചിടുന്നത് 40 ഇഞ്ചോ 60 ഇഞ്ചോ ഉള്ള തടി വെട്ടി വിൽക്കാമെന്ന് വിചാരിച്ചോ ചക്ക കഴിക്കാമെന്നോ വിചാരിച്ചല്ല. അടുത്തൊരു തലമുറയ്ക്ക് ഇത് ഉപകരിക്കുമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പം ഞാനീ ചെയ്യുന്ന ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ്. നമുക്ക് കിട്ടിയൊരു സാധനം അഴുക്കാക്കാതെ മറ്റൊരാൾക്ക് കൊടുക്കണം. നമുക്ക് കിട്ടിയില്ലേ ഈ ഭൂമിയും എല്ലാം. അപ്പൊ അടുത്തൊരു തലമുറ ഇനി വരുന്നുണ്ടല്ലോ. അപ്പൊ അവർക്ക് അഴുക്കാക്കാതെ കൊടുക്കണം. നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പൂർത്തീകരിച്ചാൽ പോരായല്ലോ. അതിനുവേണ്ടി ചെയ്യുന്ന ഒരു ഇതാണ് ജലാശയ സംരക്ഷണം. ഈ 69 വയസ്സിനുള്ളിൽ നിരവധി യാത്രകൾ ഇദ്ദേഹം നടത്തിക്കഴിഞ്ഞു. പൊതുവെ ഞാനൊരു സഞ്ചാരിയാ. ബിസിനസ്സുകാരനാണെങ്കിലും സഞ്ചാരം എന്നൊരു കല എൻ്റെ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇന്ത്യ മൊത്തം യാത്ര ചെയ്ത ആളാ. കേരളത്തിലെ 14 ജില്ലയിലും യാത്ര ചെയ്ത. അപ്പോൾ ഈ യാത്രാ സമയത്ത് മലിനമായ ജലാശയങ്ങൾ മനസ്സിൽ പതിഞ്ഞു. അങ്ങനെ ഞാൻ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ പല പ്രാവശ്യം യാത്ര ചെയ്തു. എല്ലാ നദിയിൽ നിന്നും മണ്ണും വെള്ളവും എടുത്തു. ഇങ്ങനെ സ്കൂൾ കോളേജിൽ പ്രദർശിപ്പിച്ചു വരുന്നു. ചെറുഭരണിയിലാക്കി പുഴയുടെ പേര് നീളം എടുത്ത പശ്ചാത്തലം അങ്ങനെയൊക്കെ വരുന്നു. അങ്ങനെ ഈ പിന്നെ സ്കൂളുകളിലൊക്കെ ഇപ്പോഴാ കുറെ കുട്ടികൾക്കായാലും മനസ്സിലാകുന്ന കേരളത്തിൽ 44 നദി ഉണ്ടെന്നുള്ളത്. ഫോട്ടോ പ്രദർശനങ്ങളും ഇദ്ദേഹം നടത്തി വരാറുണ്ട്. കൂടുതൽ ഞാൻ എടുക്കുന്നത് സാധാരണ നമ്മൾ യാത്ര എടുക്കുമ്പോൾ വ്യക്തികളുടെ ഫോട്ടോ അല്ലേ എടുക്കുന്നത്, കുടുംബ ഫോട്ടോ ഒക്കെ. അപ്പം ഞാൻ ഈ പാരിസ്ഥിതികമായി ബന്ധപ്പെട്ട ഫോട്ടോകളാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു മരം കണ്ടു, അല്ലെങ്കിൽ ഒരു കാട് കണ്ടു, ഒരു വലിയ കാട്ടുപോത്തിനെ കണ്ടു, അതിൻ്റെ സൗന്ദര്യം കണ്ടു, അതൊക്കെ നിലനിൽക്കണം എന്ന് വിചാരിച്ച്. ഞാൻ ഇന്നാളെ ഈ പത്തനംതിട്ടയ്ക്കടുത്ത് ഒന്നിക്കൂടെ പോകുമ്പോൾ അപ്പനും മക്കളും കൂടെ കണ്ടം കൂട്ടുന്നുണ്ട്. അപ്പനും മക്കളും കൂടെ അത് മോഡേൺ മക്കളാ. എന്നാൽ നിക്കറോ ഷോർട്സും ഒക്കെ ഇട്ടാണെങ്കിൽ അവർ കണ്ടം കൂട്ടുന്നുണ്ട്. പണ്ടാരോ പറഞ്ഞ പോലെ ചേറി കൈയിട്ടല്ല, കർഷകൻ ചേറി കൈയിട്ടല്ല നമുക്ക് ചോറ് കൈയിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ പകർത്തും. വർത്തമാനകാലത്ത് പ്രസക്തമാണ് ഈ സന്ദേശങ്ങൾ. ഞാനിപ്പോ ക്രിസ്ത്യാനിയായല്ല വേറെ ആൾ ഇന്നാരായെന്നുള്ളത് ഇപ്പം ഞാൻ ജന്മന ആയതൊന്നുമല്ല. എങ്ങനെ എൻ്റെ പിതാക്കന്മാരായി അങ്ങനായി മറ്റുള്ളവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാനിപ്പം നമ്മുടെ നാട്ടിൽ ഉള്ള എനിക്ക് എല്ലാത്തിനെയും ഞാൻ ഒരു കോണക്ക് കാണുന്നതാണ്. ഇപ്പം കടലിൽ പതിക്കുന്ന മലയിൽ പോകുന്നു, ഇവിടുന്ന് പോകുന്നു, വെള്ളമെല്ലാം കടലിലെല്ലാം പതിക്കത്തുള്ളൂ. ആ ഒരു ആശയമാണ് ശ്രീബുദ്ധനാണേലും എല്ലാം ഒരാശയത്തിലാണ് ഞാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പള്ളിയിലോ അമ്പലത്തിലോ പോകാറില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കാര്യം എനിക്ക് ഇന്നത് വേണം അവിടെ പോയി അപേക്ഷിക്കാറൊന്നുമില്ല. അതാണ് എൻ്റെ എനിക്ക് കാണണം, മനസ്സിലാക്കണം, അങ്ങനെ പോകുന്നത്. നിരവധി പുസ്തകങ്ങളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ എൻ്റെ കൂടുതൽ പുസ്തകവും യാത്രാവിവരണ പുസ്തകമാണ്. അപ്പം നമ്മൾ ഭാരതത്തെ അറിയുക. നമ്മൾ കേരളത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തി ഒന്നീ കേരളം അറിയുക, അല്ല ഞാൻ ജനിക്കുന്ന ജില്ലയിലും അറിയുക. അപ്പം നിനക്ക് അവസരം ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് ഈ ഭാരതം അറിഞ്ഞുകൂടാ? പിന്നെ നീ അമേരിക്ക, ഇംഗ്ലണ്ടും കാണാൻ പോരെ.
ബാക്കിയുള്ളത് ചില സ്വപ്നങ്ങളാണ്. കുറച്ചുകൂടെ സ്ഥലങ്ങൾ ഇത് പ്രചരിപ്പിക്കുക, ഈ ജലാശയ മലിനീകരണം തടയുക എന്നുള്ളത്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായാലും വിവാഹത്തിൻ്റെ ഭാഗമായാലും വിനോദത്തിൻ്റെ ആയാലും രാഷ്ട്രീയമായാലും അവരെ മനസ്സിലാക്കുക. അതൊക്കെ ഒരു ഭാഗമേ ഉള്ളൂ. കുടിവെള്ളം നിഷേധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആഘോഷങ്ങളോ ആചാരങ്ങളോ ആകരുത്. സ്കൂൾ കുട്ടികളെ ബോധവൽക്കരിക്കുക, അതാണ് മെയിനായിട്ട്. കാലത്തിന്റെ ആവശ്യങ്ങളാണ് ഇത്തരം വ്യക്തിത്വങ്ങൾ. നാട്ടുവാർത്തയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.